ഹോമിയോപ്പതിയുടെ പിതാവ് ആരാണ്? ഉത്തരം സാമുവൽ ഹാനിമാൻ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം? ഉത്തരം കണിക്കൊന്ന. ശുഭാൻസിരി ഏതു നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ബ്രഹ്മപുത്ര. വെനിസ്വേലയുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയതാര്? ഉത്തരം സൈമൺ ബൊളിവർ. സസ്യങ്ങളിലെ പൂക്കൾക്കും പഴങ്ങൾക്കും നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഉത്തരം ആന്തോസയാനിൻ. ഏതു സംസ്ഥാനത്തിലെ ആയോധന കലാരൂപമാണ് താങ് താ? ഉത്തരം മണിപ്പൂർ. വാർദ്ധക്യത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഉത്തരം ജെറന്റോളജി. ആറ്റത്തിലെ ചാർജില്ലാത്ത കണം ഏതാണ്? ഉത്തരം ന്യൂട്രോൺ. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നതാര്? ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സോഡിയം വേപ്പർ ലാമ്പിൽ നിന്നും ലഭിക്കുന്ന പ്രകാശത്തിന്റെ നിറം ഏതാണ്? ഉത്തരം മഞ്ഞ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 2005. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കുന്ന വാതകം ഏതാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. സ്വതന്ത്ര ഭാരത സർക്കാർ നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയിൽ ഭൂദാൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാര്? ഉത്തരം വിനോബ ഭാവെ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഡെറാഡൂൺ. ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര്? ഉത്തരം ഡൽഹൌസി പ്രഭു. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഉത്തരാഖണ്ഡ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം ചെയ്ത പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ആര്യസമാജം. ദേശീയ ഗീതമായ വന്ദേമാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏതു കൃതിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഉത്തരം ആനന്ദമഠം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മലയാളി പ്രസിഡന്റ്? ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാർ? ഉത്തരം പിംഗലി വെങ്കയ്യ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ഉത്തരം ആർ കേശവൻ മുഖം ചെട്ടി. സത്യമേവ ജയതേ എന്ന വാക്ക് എടുത്തിട്ടുള്ളത് ഏത് ഉപനിഷത്തിൽ നിന്നാണ്? ഉത്തരം മുണ്ടകോപനിഷത്ത്. ഉത്തരമധ്യ റെയിൽവേ മേഖലയുടെ ആസ്ഥാനം ഏത്? ഉത്തരം അലഹബാദ്.